കെ-ഫോൺ കരാറിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലെ കോടതി വിമർശനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ താനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അതിർത്തി തർക്കത്തിന്റെ പേരിലല്ല കോടതിയെ സമീപിച്ചത്. കെ-ഫോൺ അഴിമതിയുമായി കോടതിയിലെത്തിയ തന്നെ പരിഹസിക്കുകയാണ് കോടതി ചെയ്തതെന്നും രക്തദാഹിയായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കൃത്യമായ രേഖകളുമായാണ് കെ-ഫോൺ വിഷയത്തിൽ കോടതിയെ സമീപിച്ചത്. നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് പരിഹാസമുണ്ടാകുന്നത് ശരിയല്ലെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന തനിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിൽ സാധാരണക്കാരന് വിശ്വാസം നഷ്ടപ്പെട്ടാൽ കുറ്റം പറയാൻ പറ്റില്ല. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല താൻ കോടതിയിൽ പോയത്, അതിന് മാധ്യമങ്ങളെ കണ്ടാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു. കോടതി പോകുന്നത് നീതി തേടിയാണ് പോകുന്നത്. നീതി തേടി കോടതി പോകുമ്പോൾ കോടതി വിമർശിക്കുകയല്ല ചെയ്തിരിക്കുന്നത്, പരിഹസിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതവർ പരിശോധിക്കട്ടെ. കേരളത്തിലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തപ്പെട്ട ഒരു വിഷയവുമായി ഒരു പൊതു താല്പര്യ ഹർജിയുമായി ഒരു കോടതിയെ സമീപിക്കുമ്പോൾ അതിലാവശ്യമായ മെറ്റീരിയലിനെ കുറിച്ച് കോടതിക്ക് ചോദിക്കാം. യുവജന സംഘടനകളുടെ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാം എന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്കെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. രക്തദാഹിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രൂരനാണ്. കുട്ടികളുടെ ചോര കണ്ടില്ലെങ്കിൽ മുഖ്യമന്ത്രി കുറുക്കം വരില്ല. തെരുവിൽ വീഴുന്ന ചോര കണ്ട് ആനന്ദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധമുണ്ടാവും. ഇക്കാര്യത്തിൽ ഒരു സന്ധിക്കും കോൺഗ്രസ് തയ്യാറല്ല. യുവജന സമരങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന ക്രൂരനും രക്തദാഹിയുമായ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. കേരളത്തിൽ ഇത്രയും ക്രൂരനായ, മറ്റുള്ളവരുടെ ചെറുപ്പക്കാരുടെ ചോര ഭൂമിയിൽ പതിക്കുന്നത് കണ്ട് ആഹ്ലാദിക്കുന്ന, അതിൽ ആനന്ദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അഴിമതിയില്ലാത്ത ഒരു മേഖലയും കേരളത്തിലില്ല. കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് മുന്നണിയിലെ മറ്റു പാർട്ടികളുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അമൃത ന്യൂസ്, കണ്ണൂർ.